കലയെ നെഞ്ചോട് ചേർക്കുമ്പോൾ ഓരോ കലാകാരന് ലഭിക്കുന്നത് പ്രതിസന്ധികളോട് പോരാടാനുള്ള ധൈര്യം കൂടിയാണ്. ജീവിത പ്രയാസങ്ങളോട് പൊരുതിയാണ് എറണാകുളം ജില്ലയിൽ നിന്നുള്ള കണ്ണനുണ്ണി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. കലോത്സവ വേദിയിൽ നിന്നും അമൽനാഥ് പാടിച്ചർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒരേ സമയം 10 മത്സര ഇനങ്ങൾ പരിശീലിക്കുകയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 3 ഇനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന എറണാകുളം സ്വദേശിയായിട്ടുള്ള കണ്ണനുണ്ണിയാണ് നിലവിൽ ഇപ്പോൾ കൈരളി ന്യൂസിനോടൊപ്പം ചേരുന്നത്. നമുക്ക് കുട്ടിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഒരേ സമയം 10 ഇനങ്ങളാണ് പരിശീലിക്കുന്നത്. എത്ര നാളായി ഈ പരിശീലനങ്ങളൊക്കെ തുടങ്ങിയിട്ട്? ഞാൻ 10 ഇനങ്ങൾ പഠിക്കുന്നുണ്ട്. ഭരതനാട്യം, കുച്ചിപ്പുടി, കേരളാടനം, മോഹിനിയാട്ടം, കഥകളി, ഓട്ടംതുള്ളൽ, ശാസ്ത്രീയ സംഗീതം, സോപാന സംഗീതം, ചെണ്ട, തിമിര ഇടയ്ക്ക് അങ്ങനെ വരുന്നു. ഭരതനാട്യം ഞാൻ 10 വർഷമായിട്ട് പഠിക്കുന്നു. ഞാൻ 3.5 വയസ്സ് മുതൽ പഠിച്ചു വരുന്നതാണ്. ഓട്ടംതുള്ളൽ 7 വർഷമായി പഠിക്കുന്നു. ഇവിടെ ഏതൊക്കെ മത്സരങ്ങളിലാണ് പങ്കെടുക്കുന്നത്? ഇവിടെ കേരളാടനം, കുച്ചിപ്പുടി, ഓട്ടംതുള്ളലാണ് മത്സരിക്കുന്നത്. ഇന്നലെ കേരളാടനം ഉണ്ടായിരുന്നു, അതിന് എ ഗ്രേഡ് ഉണ്ടായിരുന്നു. ഇനി കുച്ചിപ്പുടി ഞായറാഴ്ച ഉണ്ട്. കേരളാടനം കുച്ചിപ്പുടി പഠിക്കുന്നത് സൂരജ് നായർ എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്താണ്. സാറിന് നല്ലോണം എന്നെ സൗജന്യമായിട്ടാണ് സാറ് പഠിപ്പിക്കുന്നത്. വളരെ നല്ല വിധത്തിൽ മാസ്റ്ററിനെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ കലാമണ്ഡലം മോഹനകൃഷ്ണ മാഷാണ് എൻ്റെ തുള്ളലിൻ്റെ ആശാനും എന്നെ നല്ലോണം പഠിപ്പിക്കുന്നുണ്ട്. സ്വന്തം മോനെ പോലെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആശാൻ്റെ ഭാര്യ ടീച്ചർ, ഞാൻ ടീച്ചറിനാണ് വിളിക്കുന്നത്. ടീച്ചർ ഞാൻ വരുമ്പോഴത്തേക്ക് എനിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ച് തന്നെ പഠിപ്പിക്കാനായിട്ട് തയ്യാറാണ്. അപ്പോൾ ഒരു പ്രധാന സംശയം ഉണ്ടാവുക, ഈ 10 ഇനങ്ങൾ പഠിക്കുക, അപ്പോൾ അതിനൊക്കെ എവിടുന്ന് സമയം കിട്ടുന്നു, അങ്ങനത്തെ ഒരു സംശയം ഉണ്ടാവും? ഓരോന്നിനും വേണ്ടി ഓരോ സമയം ചിലവാക്കി എടുക്കുന്നു. ഓരോ സമയം ആണ് ഓരോ ക്ലാസ്സിനും. ഇപ്പോൾ രാത്രിയാണ് ഇപ്പോൾ കലോത്സവത്തിൻ്റെ കേരളാടനം കുച്ചിപ്പുടിയും ക്ലാസ്. അങ്ങനെ പോകുന്നു. പിന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് 23 പശുക്കളുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം കുറച്ച് ബഡ്ജറ്റ് സാമ്പത്തികമൊക്കെ വന്നപ്പോൾ കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷമൊക്കെ ആയിട്ട് പശുക്കളെ വിറ്റാണ് ഞാൻ പഠിച്ചത്. ഇപ്പോൾ ടോട്ടല് കഴിഞ്ഞ വർഷം പശുക്കളൊന്നും ഉണ്ടായില്ല. വർഷം വീണ്ടും 3 പശുക്കളായിട്ട് വീണ്ടും തിരിച്ചു വന്നു. അപ്പം രാവും പകലൊക്കെ കലയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അതെ, വലുതാകുമ്പോഴും കലയിൽ ആവണം എന്നാണ് ആഗ്രഹം. അപ്പം നമ്മളുടെ കുട്ടിയുടെ അമ്മ കൂടിയുണ്ട്. അപ്പോൾ വർഷങ്ങളായി ഈ പരിശീലനത്തിലാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പരിശീലനത്തിന് അല്ലെങ്കിൽ കലയ്ക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ചിരിക്കുന്നു. 3.5 വയസ്സായപ്പോൾ തുടങ്ങിയതാണ് മോൻ്റെ ആഗ്രഹം. ഞാൻ ഇതുവരെ എതിര് പറഞ്ഞിട്ടില്ല. 3.5 വയസ്സായപ്പോൾ മുതൽ കൊണ്ടു നടക്കാറുണ്ട്. ഓരോ കലകളും ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവന് കാണുമ്പോൾ അമ്മ എന്നെ ഇത് പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ചെറുപ്പത്തിലൊക്കെ സാമ്പത്തികം ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പോഴും സാമ്പത്തികം പ്രശ്നമാണ്. പക്ഷെ അന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്കും അത്രയും കഴിവുണ്ടായിരുന്നില്ല, ഇതിനെക്കുറിച്ചുള്ള അറിവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പഠിപ്പിച്ചില്ല. ഞാൻ 3 വർഷം ഡാൻസ് പഠിച്ച ആളാണ്. പക്ഷേ എനിക്ക് എങ്ങും എത്താൻ കഴിഞ്ഞില്ല. പക്ഷേ അതിപ്പോൾ എല്ലാം ഞാൻ സാധിച്ചിരിക്കുന്ന എൻ്റെ മകനിലൂടെ എനിക്ക് ഇനി ഞാൻ പഠിച്ചില്ല എന്നുള്ള എൻ്റെ എല്ലാ ദുഃഖവും തീർന്നു. അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുട്ടിയുടെ കൂടെ നിന്ന് പ്രോത്സാഹിപ്പിക്കുക തീർച്ചയായിട്ടും. അതുപോലെ തന്നെ അതിലുപരിയായിട്ട് എൻ്റെ നാട്ടുകാരാണ് ഏറ്റവും കൂടുതൽ ഇവനെ പ്രോത്സാഹിപ്പിച്ചാണ്. ഇവൻ്റെ പ്രോഗ്രാം എവിടെ ഉണ്ടെങ്കിലും ചുറ്റുവട്ടത്ത് ഏകദേശം ഒരു എറണാകുളം ജില്ലയിൽ തന്നെ ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ നാട്ടുകാരെല്ലാവരും വരാറുണ്ട്. സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ആണെങ്കിലും ഇവൻ പോരുമ്പോഴെല്ലാവർക്കും നല്ല എന്താ പറയുക, സ്കൂളിൽ നിന്ന് പോകുന്ന സമയത്ത് അറ്റൻഡൻസൊക്കെ കുറയാറുണ്ട്. എങ്കിലും അത് നോട്ട്സൊക്കെ അയച്ചു കൊടുത്തിട്ടാണെങ്കിലും ഫോണിൽ കൂടെ അയച്ചു കൊടുത്തിട്ടാണെങ്കിലും അവർ പഠിപ്പിക്കാറുണ്ട്. അവർ പോണേന് വഴക്ക് പറയാറില്ല. പ്രയാസങ്ങൾ നിരവധി ഉണ്ടെങ്കിലും കലയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കണ്ണനുണ്ണിയും കുടുംബവും. ക്യാമറമാൻ ആശ്രയുടെ കൂടെ അമൽനാഥ്, കൈരളി ന്യൂസ്.